കൊച്ചിക്കാർ പ്രഭാത നടത്തത്തിനും വ്യായാമത്തിനുമായി എത്തുന്ന പ്രധാന കേന്ദ്രമാണ് കലൂർ സ്റ്റേഡിയം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ചൂടൻ രാഷ്ട്രീയ ചർച്ചകളാണ് ഇപ്പോൾ ഇവരുടെ സംവാദ വിഷയങ്ങൾ. ഈ ചൂടുള്ള പ്രഭാതത്തിലും കൊച്ചിക്കാർ ആരോഗ്യത്തിനായുള്ള ഓട്ടത്തിലാണ്. സ്ഥാനാർത്ഥികളുടെ വോട്ടിനായുള്ള ഓട്ടത്തിന്റെ ചൂട് കേട്ടറിയാം. ചേട്ടാ, നിങ്ങളെ കൂടെ ഓടിയെത്താനാകുന്നില്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ സ്ഥാനാർത്ഥികളുടെ ഓട്ടം? എങ്ങനെ മൊത്തത്തിൽ തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ എത്തി ഇവിടെ? നിങ്ങൾ ഡെയിലി ഇവിടെ ഓടാൻ വരുന്നവരാണോ? എത്ര മണിയാകുമ്പോൾ വരും രാവിലെ? കേരളത്തിൽ മൊത്തത്തിലൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? ബി.ജെ.പിയുടെ തരംഗം കൂടെ കാണുന്നുണ്ട് മുന്നോട്ട്. എന്തെങ്കിലും സാധ്യതയുണ്ടോ കേരളത്തിൽ അവർക്ക്? പ്രാവശ്യം പ്രതീക്ഷയോ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും എറണാകുളത്ത്? മാറ്റങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഐ.ബി തന്നെ ജയിക്കുന്നതാണോ തോന്നണേ? സർക്കാർ വിരുദ്ധത ഇത്തവണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. കേരളത്തിലെ ഏത് ഇലക്ഷനിലും കുറേ അത് റിഫ്ലക്റ്റ് ചെയ്യാറുണ്ട് പണ്ട് മുതൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ മാറി ചിന്തിക്കാൻ സാധ്യതയുണ്ടോ? ജനവികാരമല്ലേ, അത് ഏത് രീതിയിലാണ് പോണേന്ന് ആർക്കാ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നത്? അത് ടുവേർഡ്സ് ദി എൻഡ് ബാലറ്റ് തുറക്കുമ്പോൾ അറിയാൻ പറ്റും. അത് ബി.ജെ.പി ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട്. എന്തെങ്കിലും സാധ്യത കാണുന്നുണ്ടോ? കേരളത്തിൽ ബി.ജെ.പിയുടെ ചാൻസസ് കാൻഡിഡേറ്റ്സ് വരുന്നതിന് മുമ്പ് വരെ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരുന്നു. മറ്റുള്ള ഇടതിൻ്റെയും കോൺഗ്രസിൻ്റെയും കാൻഡിഡേറ്റ്സ് പൊതുവേ സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ആണ് ബി.ജെ.പിക്ക് ചാൻസ് ഉള്ള മണ്ഡലങ്ങളിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് ടൈറ്റ് ഫൈറ്റ് ആയിരിക്കും എന്നുള്ളതാണ് ഫീലിംഗ്. ഒരു 1.5 ഷോട്ടിനായി ബീഡൻ ജയിക്കും. എന്താണ് ഇത്തരത്തിൽ ജനങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം എല്ലാ കാര്യങ്ങൾക്കും പുള്ളി ഫ്രണ്ടിലുണ്ട്. എന്ത് കാര്യം ഉണ്ടെങ്കിലും പുള്ളി അപ്പത്തിന് ഓടിയെത്തുകയും ഏത് രാത്രി വിളിച്ചാലും ആളെ ഒക്കെയാണ്. സ്ഥാനാർത്ഥി ഷൈന് ഒരു മാറ്റം ഉണ്ടാക്കില്ല? ഒരിക്കലും ഉണ്ടാക്കില്ല, 1% പോലും. 2020 ഒരു കടന്നു വരും കൂടെ ഉണ്ട്. എന്തെങ്കിലും ഒരു മാറ്റം പ്രതീക്ഷിക്കണം? അതുകൊണ്ടൊന്നും ഐ.ബിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഹൈബീഡൻ ജയിക്കാനാണ് സാധ്യത. പക്ഷേ ഇപ്രാവശ്യം CP ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി വളരെ ശക്തമായി നിൽക്കുന്നതുകൊണ്ട് നല്ലൊരു വെല്ലുവിളിയാണ്. ചിലപ്പോൾ ജയിക്കാനും സാധ്യതയുണ്ട്. ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം. ഒന്നും പറയാൻ പറ്റില്ല. ഇടതുപക്ഷ വിരുദ്ധകാരമുണ്ട്, പിന്നെ കോൺഗ്രസ്സിന് ആകപ്പാട്ടുള്ളൊരു തുരുത്താണ്, പിന്നെ ബി.ജെ.പിക്കും കയറി വരണം. അപ്പോൾ 3 പേരും തുല്യ ശക്തിയായിരിക്കും എന്നുള്ളത്. ആരെങ്കിലും വരട്ടെന്ന എൻ്റെ ഇത്. പക്ഷെങ്കിൽ നമ്മളെ ജനങ്ങളെ നല്ലതായിട്ട് നയിക്കുന്ന ആൾക്കാർ വരണം. സ്ത്രീകളെ കുറച്ചുകൂടി ഇൻവോൾവ് ചെയ്യിക്കണം. അവർക്ക് കുറച്ചുകൂടെ മേജർ റോൾസ് കൊടുക്കണം. എന്നാലേ നമ്മുടെ സൊസൈറ്റി നന്നാവുകയുള്ളൂ. ഏതെങ്കിലും പാർട്ടികൾ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുക്കുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട്? കണ്ടിട്ടില്ല. 3 പാർട്ടീസ് ഇവിടെ ഓടിപ്പോകുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനി എൻ്റെ തെറ്റാണോ എനിക്കറിയില്ല. എറണാകുളത്ത് KJ ഷൈൻ സ്ത്രീ സ്ഥാനാർത്ഥിയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ സ്ഥാനാർത്ഥിത്വത്തെ കാണുന്നത്? സ്ഥാനാർത്ഥി ഇന്നലെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു. സ്ഥാനാർത്ഥി പറഞ്ഞ് എല്ലാം ചെയ്തു തരാം, ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാം ഭയങ്കര ആക്റ്റീവ് ആണല്ലോ. രാവിലെ തന്നെ ഇതാണ് പരിപാടി? രാവിലെ ഇതാണ് ഞങ്ങൾക്ക് പരിപാടി. ഞങ്ങൾ 5:30 ആകുമ്പോൾ ഇറങ്ങിയ ഇതാണ് പരിപാടി. എല്ലാവരും ഒത്തുകൂടി ഇവിടെ നിന്നാണ്? ഒത്തുകൂടി ഞങ്ങൾ വർക്കൗട്ടാണ്. നിങ്ങൾ മൊത്തം ആക്റ്റീവാണ്. ഇവിടുത്തെ സ്ഥാനാർത്ഥികൾ ആക്റ്റീവായി തുടങ്ങിയോ? തീർച്ചയായും അവരും ആക്റ്റീവായി തുടങ്ങി. ചേട്ടാ, എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ? എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലാണ് ഇപ്പോൾ ഞങ്ങളെല്ലാവരും. കേരളത്തിൽ നല്ലൊരു മാറ്റം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതിൻ്റെ ഒരു ഉത്സാഹത്തിലൊക്കെയാണ് ഞങ്ങൾ അതിനുവേണ്ടി ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ആക്റ്റീവായിട്ട് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ആക്റ്റീവായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. LDFിന് കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. UDFിൻ്റെ ഒരു കോട്ട എന്നാണ് എറണാകുളം മണ്ഡലത്തെ വിശേഷിപ്പിക്കുന്നത്. പക്ഷേ ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവും? അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അതായത് ഹൈബീഡ് അച്ഛൻ മുതൽ, അതായത് ഈഡൻ സാർ തുടങ്ങി നല്ലൊരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പക്ഷേ എങ്കിൽ പോലും മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിന് മാറ്റങ്ങൾ എപ്പോഴും നല്ലതാണ്. സ്ഥാനാർത്ഥികളായിട്ട് യുവാക്കളും യുവതികളും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്? എക്സ്പീരിയൻസ് ഉള്ളവർ വന്നതായിരിക്കും ഇത്തിരി കൂടി നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യുവാക്കൾ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് പിന്തിരിയാനുള്ളൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഇവരുടെ തന്നെ സ്വഭാവം കാരണം കൊണ്ട് തന്നെ അത് ചെയ്യണം, പ്രവൃത്തി കാരണം കൊണ്ട് നമ്മൾ ചെയ്യാത്ത. രാവിലത്തെ ദിനചര്യയാണോ പത്രവും ഈ ചായയൊക്കെ? അതെ, എല്ലാ ദിവസവും നടക്കാൻ വരും. അത് കഴിഞ്ഞ് ഇവിടെ വിലകേട്ടെങ്കിൽ ഇരിക്കും. കുറച്ച് നേരം ചായ കുടിച്ച് വർത്തമാനം പറഞ്ഞിട്ടൊക്കെ പോകും. റൂട്ടീന് ഇത് തന്നെ. രാവിലെ എഴുന്നേൽക്കുക, ഒരു നടക്കാൻ വരിക, ഒരു ചായ കുടിക്കുക, പിന്നെ ഫ്രണ്ട്സുമായിട്ട് കുറച്ച് സംസാരിച്ച് ഇരിക്കുക. അത്രയും നന്നായിട്ട് ആരോഗ്യം നോക്കുന്നവരാണ്. എന്നിരുന്നാലും നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ഓരോ രോഗങ്ങളുണ്ടാവും. തെരഞ്ഞെടുപ്പ് വരികയാണ്, അതിൻ്റെ ചൂടിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് എറണാകുളം മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം? എറണാകുളം മണ്ഡലം എന്ന് പറഞ്ഞാൽ കാരണം ഇതൊരു കോൺഗ്രസ് മണ്ഡലമാണ്.
അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇതിനെ നോക്കി കാണുന്നത്. പഴയ ഹിസ്റ്ററി നോക്കുമ്പോൾ തന്നെ സേവിയർ അറക്കൽ ലെഫ്റ്റ് സപ്പോർട്ടിലൊരു ഇൻഡിപെൻഡൻറ്റ് ജയിച്ചിട്ടുണ്ട്. പിന്നെ ജയിച്ചത് സെബാസ്റ്റ്യൻ പോളാണ് സഖാവ്. അപ്പോൾ അതങ്ങനെ നോക്കുമ്പോൾ വളരെ ചാൻസസ് കുറവാണ്. കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ഇത് നോക്കുമ്പോൾ ഒരു 8 സീറ്റെങ്കിലും LDF പിടിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ആൻ്റോണിയൊക്കെ തോൽക്കുമെന്നാണ് എൻ്റെ ഒരു മാവേലിക്കരയിൽ കൊടിക്കുന്നിലൊക്കെ തോൽക്കുമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. BJPയുടെ തരംഗം എന്തെങ്കിലും ചലനം ഉണ്ടാക്കും? BJPക്ക് സാധാരണ സെക്കൻഡ് വരുന്നത് തിരുവനന്തപുരം അല്ലേ, അവിടെയാണെന്ന് തോന്നുന്നു ചാൻസ്. പ്രത്യേകിച്ച് ഈ തീരപ്രദേശത്തൊക്കെ ഇപ്പോൾ ഈ വലിയ ഇതൊക്കെ വന്നല്ലോ, കടലാക്രമണമൊക്കെ വന്ന സാഹചര്യത്തിൽ അവിടെയൊക്കെ ജനരോഷം വന്നിട്ടുണ്ടാവും. അതിന് ചിലപ്പോൾ ബെനിഫിറ്റ് ചിലപ്പോൾ BJPക്കായിരിക്കും പോകണം എന്നുള്ളത്. കേരളത്തിൽ മൊത്തം മാറ്റം വേണം തോന്നിയിട്ടുണ്ടോ ചേട്ടാ? വേണം, തീർച്ചയായിട്ടും വേണം. ഇവർ രണ്ട് മുന്നണിയും കൂടി ഇതുവരെ ഭരിച്ചിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. വേറൊരു മുന്നണിയെങ്കിലും വരണം. നടപ്പെല്ലാം കഴിഞ്ഞാൽ പിന്നെ ഒരു മെൻ്റലി ഒരു സാറ്റിസ്ഫാക്ഷൻ ആവാൻ വേണ്ടി അങ്ങോട്ടും കൂടി ഇരുന്ന് അല്പം പൊളിറ്റിക്സും മറ്റു തമാശകളൊക്കെ പറഞ്ഞ് പിരിയുന്നത്. എറണാകുളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം എങ്ങനെയായിരിക്കും? എറണാകുളം പൊതുവെ ഒരു UDF ഒരു പശ്ചാത്തലമാണ്. അതുകൊണ്ട് അതിൽ മാറ്റമൊന്നും ഉണ്ടാവില്ല തോന്നുന്നില്ല, എനിക്ക് തോന്നുന്നില്ല മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല. ഇവരൊക്കെ പറയുന്ന മാതിരി ഒന്നും ആയിരിക്കില്ല, ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. ഇത്തവണ ജനങ്ങൾ എന്തറിഞ്ഞായിരിക്കും വോട്ട് ചെയ്യാൻ പോകുന്നത്? ഇവിടെ എന്താ ഇവിടെ നടന്ന് ഇതുവരെ ഒന്നും നടന്നിട്ടില്ലല്ലോ. UDF ആയാലും ശരി LDF ആയാലും ശരി, എന്താ ഇവിടെ നടക്കുന്നത്? ഒന്നും നടക്കുന്നില്ല. പ്രാവശ്യവും UDF കൊണ്ടുപോകുന്നതാണ്. എറണാകുളം UDFൻ്റെ ഒരു ഉറച്ച കോട്ടയാണ്, ഒരിക്കലും മാറാൻ സാധ്യതയില്ല. ഷൈൻ ടീച്ചർ ഷൈൻ ചെയ്യാൻ തവണ സാഹചര്യമില്ല. ഷൈൻ ടീച്ചറെ ഷൈൻ ചെയ്യാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ കൊച്ചിക്കാരെന്തെങ്കിലും ആവശ്യങ്ങൾ ഇത്തവണയും വാഗ്ദാനങ്ങൾ ഒരുപാടൊക്കെ ഉണ്ട്, എന്താ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആവശ്യം? വാഗ്ദാനങ്ങളൊന്നും പാലിക്കാറില്ലല്ലോ ആര് വന്നു കഴിഞ്ഞാൽ. ഇതുവരെ നമുക്ക് പാലിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. സ്റ്റേഡിയത്തിൽ ഒരുപാട് ഇത്തരത്തിൽ കൊച്ചിക്കാരുടെ എല്ലാം ഒരു സംഗമ കേന്ദ്രവും നിങ്ങൾ ആരോഗ്യം നോക്കുന്നവരൊക്കെ ഓടുന്നതും ചാടുന്നതും ഒക്കെ ഇവിടെ നിന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ ഈ ഹൈബിയോടോ അല്ലെങ്കിൽ വരുന്ന സ്ഥാനാർത്ഥികളോടൊക്കെ മുന്നോട്ട് വെക്കാനുണ്ടോ? ഇവിടെ കുറച്ചുകൂടി നീറ്റായിട്ടിടണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമുക്കുള്ളത്. ഒരു കൃത്യമായ ആരോഗ്യ സംരക്ഷണത്തിലുള്ള എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ നടപ്പാക്കുന്നുണ്ടോ? ഇവിടെ പറഞ്ഞ ഒരു ജിമ്മുണ്ട്, അത് പോരാ, കുറച്ചുകൂടി പറഞ്ഞ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ കുറച്ചുകൂടി അത് വലുതാക്കണം, വൈഡാക്കണം. ചേട്ടാ, പാർട്ടി നോക്കിയിട്ടാണോ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക? അതെ അതെ, എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, ടീച്ചർ ജയിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 2020 ഒരു കടന്നുവരവും കൂടെ ഉണ്ട്, അവരെന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കും എറണാകുളത്ത്? എറണാകുളത്ത് അവർ കുറച്ച് വോട്ട് പിടിക്കും എന്നുള്ളത് തന്നെയാണ്. എറണാകുളത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ദയനീയമായിട്ടുള്ള അവസ്ഥാവിശേഷമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ദുരിതം അനുഭവിക്കേണ്ടി വന്നത് ജനങ്ങൾ തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു തരം നിസ്സംഗാവസ്ഥയിലാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ വ്യക്തികളെ നോക്കിയിട്ടാണ്, എങ്ങനെയാണ് ഈ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ എന്ത് മുന്നിൽ കണ്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? അധികം കാൻഡിഡേറ്റിനെ നോക്കിയിട്ടാണ്. ഒരു പരിധിവരെ നമുക്കറിയുന്നതോ എന്തെങ്കിലും നല്ലത് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് തന്നെയാണ്. പാർട്ടീനെ അങ്ങനെ നോക്കാറില്ല. വ്യക്തിബന്ധങ്ങൾ ഒരു ഫാക്ട് തന്നെയാണ്. ചേച്ചി, എറണാകുളം UDF ഒരു കോട്ട എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ഇത്തവണ ഒരു സ്ത്രീ സാന്നിധ്യമുണ്ട്, ജയിക്കുമോ? ജയിക്കാൻ എൻ്റെ ഇതിൽ കണക്കൂട്ടൽ കുറവാണെന്നുള്ളതാണ്. ഹൈബീഡൻ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് ആളിവിടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, എല്ലാവരും ഒന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് അറിയപ്പെടണം. ആദ്യം അറിയപ്പെട്ടാൽ മാത്രമേ ഒരു വ്യക്തിയെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളെ ഒരു കാലം അതൊരു ഒരു വിജയിയായിട്ട് മാറും. മൊത്തത്തിൽ കേരളത്തിലെ സ്ഥാനാർത്ഥികൾ വെക്കുമ്പോൾ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഉറപ്പിക്കാൻ പാർട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? സ്ത്രീകളെ കുറച്ച് കുറവാണ്. കുറച്ച് പുരുഷ മേധാവിത്വമാണ് കൂടുതൽ ഇവിടെ നിലനിന്ന് പോയിട്ടുള്ളത് ഇതുവരെയുള്ളതിൽ. പക്ഷേ സ്ത്രീകൾ മുന്നോട്ട് വരണം. പാർട്ടി നോക്കിയിട്ടല്ല വോട്ട് ചെയ്യാറ്. പാർട്ടി നോക്കിയിട്ടല്ല, വ്യക്തിയെ നോക്കും. നമുക്ക് ജനങ്ങൾക്ക് ഗുണം ചെയ്യണമല്ലോ, അല്ലാണ്ട് പാർട്ടിയെ ജയിപ്പിച്ച് വിട്ടിട്ടോ അങ്ങനെയുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. മാറ്റങ്ങളെ വളരെ പെട്ടെന്ന് അംഗീകരിക്കുന്നവരാണ് കൊച്ചിക്കാർ. അതുകൊണ്ട് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നവരെയാണ് ഇവർ ആവശ്യപ്പെടുന്നതും. ഈ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് കണ്ടറിയണം. ശ്രീജിത്തിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.